വെൽക്കം ടു ചലഞ്ച് റാപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻ്റെ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ അടുത്ത മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് അഡീഷൻ പഠിക്കാം, കൂട്ടൽ. രണ്ട് ഭിന്നസംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ, രണ്ട് ഫ്രാക്ഷൻ കിട്ടിയാൽ നിങ്ങൾ എന്നെ കൂട്ടും എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ രണ്ട് സംഭവം വളരെ എളുപ്പമാണ് അല്ലേ? ആദ്യത്തെ രണ്ടും വളരെ എളുപ്പമാണ്. നിങ്ങൾ നേരത്തെ ഈ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എങ്കിലും ഒന്നും കൂടെ നമ്മളിവിടെ എടുത്ത് പറയുന്നേ ഉള്ളൂ. ഒന്നും അത് ചില പറഞ്ഞില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, ചില മറന്നുപോയ ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, 6/8 1/8 കൂടെ കൂട്ടണം. ഓക്കെ, നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാനായിട്ട് നമ്മൾ ഛേദം ഒരുപോലെയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ അങ്ങ് കൂട്ടി എഴുതിയാൽ മാത്രം മതി. ഛേദം ഒരുപോലെയാണെങ്കിൽ അംശങ്ങൾ അങ്ങ് കൂട്ടി എഴുതുക. 6 + 1 7/8 എന്ന ആൻസർ ആയി. ഛേദം ഒരുപോലെയാണെങ്കിൽ, ഛേദം തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എല്ലാം ഛേദം ഒരുപോലെയാണെങ്കിൽ എന്ത് ചെയ്യുക? അംശങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടി അങ്ങ് എഴുതിയാൽ മാത്രം മതി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 5/13 2/13 + 4/13. അവിടെ എന്താണ്? ഛേദങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ? ഛേദങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ, ഛേദങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങളെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. അവിടെ നോക്കാം, അംശങ്ങൾ 5 2 7 7 4 11 എന്ന് വരും. 11/13 എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഛേദങ്ങളെല്ലാം ഒരുപോലെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങളെല്ലാം കൂടെ കൂട്ടി എഴുതുക. ഛേദം അത് തന്നെ ആയിരിക്കും എടുത്ത് എഴുതുന്നുണ്ട് അല്ലേ? ഛേദം ഇവിടെ അത് തന്നെ ഇരിക്കും. ഇവിടെ 6 + 1 7 ആണ്. താഴത്തെ ഛേദം എന്താണോ അത് അതുപോലെ എഴുതുകയാണ് ചെയ്തത്. ഇവിടെയും 5 + 2 7 7 + 4 11 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ഛേദം 13 ആണ് എല്ലായിടത്തും ഒരുപോലെ. അപ്പോൾ 13 അങ്ങ് എടുത്ത് എഴുതി. ഇനി നമുക്ക് ഛേദം വ്യത്യസ്തമായിട്ട് വരുവാണ്, ഡിഫറെൻ്റ് ആയിട്ട് വരുവാണ്. ഛേദവും വ്യത്യസ്തമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അംശം സെയിം ആയിട്ട് വന്നിട്ട് കാര്യമില്ല. ഛേദത്തിനെ ബേസ് ചെയ്യാണ് നമ്മൾ എന്താണ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഛേദം വ്യത്യസ്തമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഛേദത്തിന്റെ LCM ആദ്യം കാണും. ഓക്കെ, LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുണ്ട്, ലസാഗു എന്ന് പറയുന്ന സംഭവം. നമ്മൾ ലസാഗു ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇനി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. LCM HCF നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് നമ്പർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 നമ്പർ നമുക്ക് LCM കണ്ടുപിടിക്കാൻ നമ്മൾ അറിയണം. ഓക്കെ, ഇവിടെ നമ്മൾ നോർമലി LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ രണ്ട് നമ്പേഴ്സ് എഴുതിയിട്ട് ഈ രണ്ട് നമ്പേഴ്സ് എഴുതും അല്ലേ? രണ്ട് നമ്പേഴ്സ് എഴുതും. ഈ രണ്ട് നമ്പറിനും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന നമ്പർ ഏത് നോക്കും? ഏതാണ്? 5 ആണ് അല്ലേ? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഇവിടെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സിൽ എന്താണ്? ഇവിടെ 1 ആണ്. പിന്നെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. 1 1 നമുക്ക് എന്താണ്? 5 × 2 10 എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് ആക്ച്വലി 10 എന്ന് കിട്ടും. നമ്മുടെ LCM HCF പഠിക്കുമ്പോൾ പറയും അത് എങ്ങനെയാണ് 10 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. ഓക്കെ, ആ 10 നമ്മൾ എടുക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കൊണ്ട് ഇവിടെ നമ്മൾ ഗുണിക്കും. 10 ഈ നമ്പറിനെയും ഇവിടെ വരുന്ന നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യും? 10 കൊണ്ട് അങ്ങ് ഗുണിക്കും. ഇവിടെ എന്താ വരുന്നത് നോക്കി? 5ഉം 10ഉം കെട്ടിപ്പോകും. എത്ര? 2 കൊണ്ട്. 2 × 3 6 അധികം 10ഉം 10ഉം വെട്ടിപ്പോകും. എത്രയാണ് ബാക്കി? ഇവിടെ 1 വരും. 1 × 7 7 എന്ന് കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയാം. ഇപ്പോൾ 3/5ഉം 7/10 ആയിരുന്നു. നമ്മളിപ്പോൾ കണ്ടതുപോലെ നമുക്ക് ഗുണിച്ച് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? LCM കണ്ടുപിടിക്കുന്നു. ഓക്കെ, LCM കണ്ടുപിടിച്ച് 10. നമ്മൾ എന്താ വെച്ചാൽ 10ൽ 5 എത്ര പ്രാവശ്യം എന്ന് നോക്കുക. 10ൽ 5 അല്ലെങ്കിൽ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കുക. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 2 ആണ്. ആ 2 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 3നെ ഗുണിക്കുക. എത്ര വരും? 6 വരും. അതുപോലെ 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1 വരും. 1 കൊണ്ട് 7 ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഈ ഒരു രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എടുക്കാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ LCM കണ്ടുപിടിക്കുക, ലസാഗു കണ്ടുപിടിച്ച് ഛേദത്തിലോട്ട് എഴുതുക. എന്നിട്ട് ഈ നമ്പർ കൊണ്ട് ഒന്നുകിൽ ഇവിടെ ഗുണിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 10ൽ 5 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 × 3 6. 10ൽ 10 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 1 × 7 7. ഓക്കെ, 6 7 13/10 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 13/10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കീക്ക് അത് 13/10 എന്നായിരിക്കത്തില്ല കിടക്കുന്നത്. കാരണം ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. മിക്കപ്പോഴും നമുക്ക് എക്സാംസ് നോക്കുകയാണെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അവർ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് ആൻസർ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. 13/10 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യും? 13/10 ഒരു പ്രാവശ്യം 10, ബാക്കി എത്ര വരും? 3 വരും. അപ്പം പെർഫെക്റ്റ് നമ്പർ 1, ബാക്കി 3/10 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഒന്നുകിൽ 13/10 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 and 3/10 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് വരുന്നു? ഛേദങ്ങൾ വരുവാണ്, വ്യത്യസ്തമായ ഛേദങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഛേദത്തിന്റെ ലസാഗു എടുക്കുക. ലസാഗു എടുത്തിട്ട് നമ്മൾ ഛേദമായിട്ട് എടുത്ത് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ആ നമ്പർ കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ ആ നമ്പറിലെ ഈ നമ്പേഴ്സ്, ഈ ഛേദങ്ങൾ എത്ര പ്രാവശ്യം നോക്കിയിട്ട് അതുകൊണ്ട് ഗുണിച്ച് നമ്പേഴ്സ് എടുക്കുക.
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ 3ഉം 9ഉം 21. ഓക്കെ, 3, 9, 23. നമ്മൾ എന്ത് ചെയ്യുന്നു? LCM കണ്ടുപിടിക്കുന്നു. 3, 9, 23, 21 നമ്മൾ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ്? 3ലും ആദ്യം കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏത് നോക്കും? ഏതാണ്? 3 തന്നെയാണ്. ഓക്കെ, 1 പ്രാവശ്യം, 3 പ്രാവശ്യം, 7 പ്രാവശ്യം. ഓക്കെ, വീണ്ടും നമ്മൾ വിടുന്നു. വീണ്ടും നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ 3 എണ്ണം കഴിഞ്ഞാൽ അടുത്ത 2 എണ്ണമാണ് നോക്കുന്നത്. ഇവിടെ 2 എണ്ണം ഇല്ല, പിന്നെ 1 എണ്ണം വെച്ചേ ഉള്ളൂ. അപ്പം 3 ആകുമ്പോൾ 1, 1, 7, അടുത്ത് 7 ആകുമ്പോൾ 1, 1, 1. അവസാനം എല്ലാം 1 ആകുന്നവരെ നമ്മൾ എന്താണ്? ഡിവൈഡ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പം 3, 21 ഗുണം 3 എത്ര കിട്ടും? 63 എന്ന് കിട്ടും. 63 എന്ന് നമുക്ക് ഛേദം കിട്ടും. അതായത് ലെസ്സാഗു എടുത്തതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഒന്നെങ്കിൽ 63 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എല്ലായിടത്തും ഇങ്ങനെ ഗുണിക്കുക. 63 ഇൻറ്റു 63 ഇൻറ്റു 63 നമ്മളിങ്ങനെ ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ആയി പോകും. ഇവിടെ ക്യാൻസൽ ആയി പോകും, 21 കിട്ടും. ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ 9, 7, 63 കിട്ടും. ഇത് ക്യാൻസൽ ആയപ്പോഴത്തേക്കും 3 കിട്ടും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, 61ൽ 3 എത്ര പ്രാവശ്യം? അല്ലെങ്കിൽ 63നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പർ കിട്ടും? 63നെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 21 കിട്ടും. 21 ഗുണം 2 എത്രയാണ്? 42. അധികം 63ൽ 9 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 9 ആണ് 63 അല്ലെ? 7 പ്രാവശ്യം. 7 ഗുണം 4 28. അധികം 21ൽ 60 അല്ലെ? 63ൽ 21 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 21 ഗുണം 3 ആണ് 63. അപ്പം 3, 18. അപ്പോൾ 8, 2, 10, 18, 1, 4, 5, 5, 2, 7, 1, 8. 88/63 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, 8, 2, 10, 18, 1, 4, 5, 5, 2, 7, 1, 8. 88/63 നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഛേദം, വ്യത്യസ്തമായ ഛേദങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഛേദമായിട്ട് എടുക്കണം. എന്നിട്ട് ഒന്നെങ്കിൽ ആ നമ്പർ കൊണ്ട് എല്ലായിടത്തും നമ്മൾ ഗുണിക്കുക, അല്ലെങ്കിൽ ഈ ഛേദം ഇവിടുത്തെ ഛേദത്തിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം കിട്ടുമെന്ന് വെച്ചാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എടുത്ത് ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റൻ നമുക്ക് ചെയ്യാം. ഈ ഒരു ടൈപ്പിൽ ഒരു ക്വസ്റ്റൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് ക്വസ്റ്റൻ തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഛേദങ്ങളാണ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അതിൻ്റെ LCM എടുക്കുക. LCM എടുക്കുമ്പോൾ നമുക്ക് ദൂരം നോക്കാം. ഇവിടെ നമുക്ക് ആക്ച്വലി LCM എടുക്കും 16 എന്ന് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾ LCM എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 16 എന്ന് കിട്ടും. ഛേദം നമുക്ക് 16 ആയിട്ട് എടുക്കാം. കാരണം LCM എടുക്കാൻ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. നമുക്ക് ആക്ച്വലി 16 നമുക്ക് എന്ത് കിട്ടും? LCM ആയിട്ട് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ 16ൽ 2 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 8 ഗുണം 1 8. അധികം 16ൽ 16 ഒരു പ്രാവശ്യം. 1 ഗുണം 1 1. 16ൽ 4 പ്രാവശ്യം. 4 ഗുണം 1 4. 16ൽ 8 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 ഗുണം 1 2. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 1 9, 9 2 11 4, 15/16 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഛേദങ്ങളുടെ LCM എടുത്ത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് 2 നമ്പേഴ്സ് നമുക്ക് തരുവാണെന്ന് വെക്കാം. അപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 നമ്പേഴ്സും കോപ്രൈം നമ്പേഴ്സ് ആണ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. കോപ്രൈം നമ്പേഴ്സ് നമുക്ക് ഇതിനെ വേറൊരു ഡിവിസിബിൾ ഇല്ല. ഇത് 1 മാത്രമേ എന്തെത്തുള്ളൂ, 1 മാത്രമേ എന്താണ് ഡിവിസിബിൾ ആയിട്ട് കാണത്തുള്ളൂ. വേറെ നമ്പർ ഒന്നും കോമൺ ആയിട്ട് അവർക്ക് എന്ത് കാണത്തില്ല? ഡിവിസിബിൾ ആയിട്ട് കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ LCM ആക്ച്വലി ഡയറക്റ്റ് ആണ്. 11 × 3 ആയിരിക്കും പിന്നെ LCM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു ടൈപ്പിനെല്ലാം നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനും അതുപോലെ ചെയ്യാം, പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 × 3 നമുക്ക് എത്ര വരും? 33. 11 × 3. ഓക്കെ, ഇതാദ്യം നമ്മൾ ഛേദങ്ങൾ നമ്മൾ ഗുണിക്കുന്നു. 11 × 3. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഗുണം 4 അധികം 11 ഗുണം 2. നിങ്ങൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസും ഇതുപോലെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 3 12, അതുപോലെ 11 ഗുണം 2 22/33 എന്ന് വരും. അപ്പോൾ 2 2 4, 2 1 34/33 നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇവിടെ നമുക്ക് 2 നമ്പേഴ്സും കോപ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. LCM എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം 3ഉം 13ഉം അവർ തമ്മിൽ എന്തില്ല? പ്രൈം നമ്പേഴ്സ് ഫാക്ടേഴ്സ് ഇല്ല. 1 മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. കോപ്രൈം നമ്പേഴ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? 3 ഗുണം 13 3 ഗുണം 13 എന്നിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗുണിക്കും. ഓക്കെ, 13 ഗുണം 2 എത്രയാണ്? 26. 9 ഗുണം 3 27. ഓക്കെ, 27ഉം 26ഉം 52 1 53 എന്ന് മുകളിൽ വരും. ഓക്കെ, താഴെ 3 9 3 1 3 39 53/39 എന്ന് കിട്ടും. 53/39 എന്ന് കിട്ടും.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ ആദ്യം കണ്ടതിൽ ഛേദം എല്ലാം ഒരുപോലെ വരുന്നു, അംശം എല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഛേദം വ്യത്യസ്തമായിട്ട് വരുന്ന കേസിൽ തന്നെ നമുക്ക് LCM എടുത്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ LCM എടുക്കാൻ പറ്റത്തില്ല, ഇവരൊന്നും LCM എടുക്കാൻ പറ്റില്ല. LCM ഉണ്ട്, LCM എന്ന് പറഞ്ഞാൽ ഈ 11-33 ഇത് തന്നെയാണ് ഇവരുടെ LCM. അപ്പോൾ നമുക്ക് അല്ലാണ്ടൊരു നമ്പർ LCM ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈപ്പിൽ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഓരോ ടൈപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓരോ ടൈപ്പിൽ വരുന്ന മാറ്റങ്ങളൊന്ന് കൃത്യമായിട്ട്, ചോദ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യുമെന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ്റെ എന്താണ് നമ്മൾ അഡീഷൻ കണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എക്സാംസിന് കൂടുതലും ചോദിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷൻ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ അഡീഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും എക്സാംസ് നിങ്ങൾ കാണുക. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇത് നമുക്ക് കാണുമ്പോൾ വളരെ പാടായിട്ട് തോന്നും, അല്ലെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ നോർമലി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്ത് ഫൈനൽ ആൻസർ ഇട്ടിട്ട് പിന്നെ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഒരു എക്സാമ്പിളിൽ അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ 3 and 1/2 നമ്മൾ എന്ത് ചെയ്യും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും. എന്ത് ചെയ്യും, 3 × 2 6, 6 + 1 7/2 അധികം ഇതിവിടെ 1 × 4 4 + 1 5/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ LCM എടുക്കുക. അപ്പോൾ 4 എന്ന് കിട്ടും. 4 അപ്പം 4 2 പ്രാവശ്യം 2 × 7 14 അധികം 4 4 ഒരു പ്രാവശ്യം 1 × 5 5 നമുക്ക് എന്താണ് 14 + 5 19/4 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കും. 19/4 എടുക്കുമ്പോൾ നമ്മൾ 19 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 4 16 അല്ലേ, 4 16 അപ്പം 4 പ്രാവശ്യം ബാക്കി 3 വരും. 4 and 3/4 എന്ന് ആൻസർ കിട്ടും. അപ്പം അത് 3 ആകുന്നു, 4 ആകുന്നു, 5 ആകുന്നു, എത്ര വരുവാണെങ്കിൽ നമ്മൾ എന്താണ് കൺവെൻഷണൽ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷൻ എല്ലാം നമ്മൾ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പിന്നെയും നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറണം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്നതിന് പരമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ മിക്സഡ് ഫ്രാക്ഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 3 and 1/2 എന്ന് പറഞ്ഞാൽ അത് എന്തെന്നാണ്, 3 + 1/2 എന്നാണ്. 3 and 1/2 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, 3 + 1/2 എന്നാണ്. അപ്പോൾ 3 and 1/2 നമുക്ക് എങ്ങനെ എഴുതാം, 3 + 1/2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 1 and 1/4 എന്ന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 + 1/4 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ പെർഫെക്റ്റ് ആയുള്ള നമ്പേഴ്സ് ആദ്യമേ അങ്ങ് കൂട്ടി എടുത്തൂടെ, ബാക്കി ഫ്രാക്ഷന് മാത്രം സെപ്പറേറ്റ് കൂട്ടിയാൽ പോരെ. ഇത്രയും നമ്മൾ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലേ. ഇവിടെ ചിലപ്പോൾ നമ്മൾ 3 + 1 4 4 അധികം 1/2 അധികം 1/4 നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ മാത്രം ചെയ്താൽ മതി. ഇനി 4 അവിടെ കിടന്നോട്ടെ, 4 അധികം എന്താണ് 1/2 1/4 നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കാം LCM എടുക്കുമ്പോൾ എന്ത് വരും, 4 2 LCM എടുക്കുമ്പോൾ എന്താണ് 4 ആണ്. അത് കഴിഞ്ഞിട്ട് 4 2 പ്രാവശ്യം 2 × 1 2 അധികം 4 4 ഒരു പ്രാവശ്യം 1 × 1 1. ഓക്കെ, എന്ത് വരുന്നു, 4 + 3/4 4 + 3/4 എന്ന് പറഞ്ഞാൽ എന്താണ് 4 4 and 3/4 എന്ന് ആൻസർ കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത്രയും സ്റ്റെപ്പ് ഒന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കൂട്ടാനാണ്, കുറയ്ക്കാനൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. കൂട്ടാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ആ പെർഫെക്റ്റ് നമ്പേഴ്സ് അങ്ങ് എടുത്ത് കൂട്ടി മാറ്റി വെക്കുക. ഓക്കെ, പെർഫെക്റ്റ് നമ്പേഴ്സ് 3 1 4 1 കൂട്ടി മാറ്റി വെക്കുക. ബാക്കി 1/2 1/4 മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഫ്രാക്ഷന് മാത്രം നിങ്ങൾ കൂട്ടിയാൽ മതി, നിങ്ങൾക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. നമുക്ക് നോക്കാം, വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 3 4 5 അതെല്ലാം എന്താണ് പെർഫെക്റ്റ് നമ്പറാണ്, കൂട്ടുന്നു. 4 3 7 7 5 12 അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അത് അടുത്ത എന്താണ്, ബാക്കി ഫ്രാക്ഷൻസിനെ മാത്രം എടുക്കുക. 12 അധികം 1/2 1/3 1/, ഇവരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇനി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുക, 2 3 5 ഇതെല്ലാം നമുക്ക് എന്താണ് കോപ്രൈം നമ്പേഴ്സ് ആണ്, ഇവരെല്ലാം കോപ്രൈം നമ്പേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ഗുണിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പം 12 അധികം ഇത് 3 2 6 5 6 30 എന്ന് വരും. ഓക്കെ, 30 എന്ന് വരും. 30 നോക്കാം, 30 2 എത്ര പ്രാവശ്യം, 15 പ്രാവശ്യം. 15 × 1 15 അധികം 30 3 എത്ര പ്രാവശ്യം, 10 പ്രാവശ്യം. 10 × 1 10 അധികം 30 5 എത്ര പ്രാവശ്യം, 6 പ്രാവശ്യം. 6 × 1 6 നോക്കാം, 10 15 എത്ര വരും, 10 15 25 6 31 എന്ന് വരും. ഓക്കെ, നോക്കുക 12 അധികം 31/30 എന്ന് കിട്ടും.
15 10 26 31/30 കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഒരിക്കലും എന്താണ് 12 31/30 എഴുതാൻ പറ്റുമോ? 12 + 31/30 നോർമലി നമ്മൾ അങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പെർഫെക്റ്റ് നമ്പറും പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് വരേണ്ടത്. ഇതെന്താണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ. 31/30 അംശം കൂടുതലാണ്. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ടേ വരാവും. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 31/30 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ആദ്യം ഒന്ന് മാറ്റും. ഓക്കെ, 12 അധികം 31/30 നമ്മൾ എന്ത് ചെയ്യും? 31/30 നമ്മളിങ്ങനെ എടുക്കും. 31/30 എന്താണ്? ഒരു പ്രാവശ്യം 30, ബാക്കി എത്ര വരും? 1 വരും. അവിടെ എങ്ങനെ വരും? പെർഫെക്റ്റ് നമ്പർ 1 ആണ്. 1 അധികം 1 എന്താണ്? ഛേദം 30 തന്നെയാണ്. റിമൈൻഡർ എത്രയാണ്? 1. 1/3 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 12 + 1 എത്രയാണ്? 13. അതുപോലെ 13 + 1/30 13 1/3 13 and 1/30 എന്ന് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് പോകും. നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാലും നിങ്ങൾക്ക് ഫൈനലി എന്തായിരിക്കും ഈ ആൻസർ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ചെയ്താൽ നമുക്ക് എന്താണ് ഫൈനലി ആൻസർ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അത്രയും ടൈം എടുക്കേണ്ട. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇത്. കാരണം നമുക്ക് എന്തായാലും ഫ്രാക്ഷൻ്റെ സം വരുന്നുണ്ട്. ഫ്രാക്ഷൻ സം ഇവിടെ ആയാലും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് ആഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് കുറച്ച് വലിയ നമ്പേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും വലിയ നമ്പേഴ്സ് പോകില്ല, കുറച്ചുകൂടെ ചെറിയ നമ്പേഴ്സ് നമുക്ക് എന്താണ് ആൻസറിലോട്ട് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 1/2 3 1/4 7 5/6 നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അതിൻ്റെ പെർഫെക്റ്റ് നമ്പേഴ്സ് അങ്ങ് കൂട്ടുക. 7 3 10 2 12 അധികം 1/2 1/4 1/6 എന്ത് ചെയ്യുക? ഇതിന്റെ LCM എടുക്കുക. 2 4 6 നിങ്ങൾക്ക് LCM കിട്ടുന്ന എത്രയായിരിക്കും? 12 എന്ന് കിട്ടും. 12 എന്ന് LCM കിട്ടും. ഓക്കെ, 12 എന്ന് LCM കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം? 12 എന്ന് എടുക്കുക. ഓക്കെ, ഇവിടെ 12 ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ നമുക്ക് എന്താണ് അതിന്റെ ഛേദം 12 ആയിട്ട് മാറും. 12ൽ 2 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 6 × 1 6 അധികം 12ൽ 4 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 × 1 3. 12ൽ 6 2 പ്രാവശ്യം. 2 × 1 2. ഓക്കെ, 6 3 9 9 2 11 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 12 അധികം 11/12 എന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പം പ്രശ്നമില്ല. കാരണം 12 അധികം 11/12 ഇതെന്താണ്? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 11/12 നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇതിലാണ് മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൂട്ടിയെടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. അതിനേക്കാൾ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഇതായിരിക്കും ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ 2 അധികമോ ഭിന്നസംഖ്യകൾ നമ്മൾ കൂട്ടാൻ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അവിടെ നമ്മൾ ഛേദങ്ങൾ ഒരുപോലെയുള്ള കേസ് പറഞ്ഞു. അതുപോലെ തന്നെ അത് വ്യത്യസ്തമായിട്ട് വരുന്ന കേസിൽ നമ്മൾ പഠിച്ചു. പിന്നെ മിശ്ര ഭിന്നമായിട്ട് വരുന്ന കേസിലും പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ കൂട്ടാൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് കുറയ്ക്കാനൂടെ നമ്മൾ പഠിക്കണം അല്ലേ? മൈനസ് ചെയ്യാനും ഡിഫറൻസ് എടുക്കാനും പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. കൂട്ടാൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തോ അതുപോലെ തന്നെ കുറയ്ക്കാനും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. ഛേദങ്ങൾ ഒരുപോലെ വരുന്നു. എന്ത് ചെയ്യുക? അംശങ്ങൾ തമ്മിൽ അങ്ങ് കുറയ്ക്കുക. ഓക്കെ, 5ഉം 2ഉം അല്ലെ? അംശങ്ങൾ തമ്മിൽ എന്ത് കുറയ്ക്കുമ്പോൾ എത്ര വരും? 5 - 2 3 എന്ന് വരും. ഓക്കെ, 5 - 2 3 എന്ന് നിങ്ങൾക്ക് ആൻസർ വരും. ഭാഗം എത്ര തന്നെയാണ്? 9 തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഛേദം ഒരുപോലെയാണെങ്കിൽ ഛേദം അതേപോലെ തന്നെ അവിടെ വരും. അതിന് വ്യത്യാസമൊന്നും വരത്തില്ല. മുകളിൽ അംശങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കുക, കൂട്ടുകയാണെങ്കിൽ കൂട്ടുക. ഏതാണോ വരുന്നത് അത് സെയിം ആയിട്ട് തന്നെയാണ്. ഛേദം ഒരുപോലെ വരുന്ന കേസിൽ അല്ലേ? ഇനി 3/9 എന്ന് പറയുന്നതിന് നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റും. കാരണം 3/9 രണ്ടും എന്താണ്? 3ന്റെ പട്ടികയിൽ പോകും. എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. ചില കേസുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ ആൻസർ കീയിൽ 3/9 കാണത്തില്ല, 1/3 കാണത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. ഇനി അടുത്തിവിടെ നോക്കാം. ഛേദങ്ങൾ ഒരുപോലെ അല്ലേ? ഛേദങ്ങൾ ഒരുപോലെ നമ്മൾ നോക്കാം. ഛേദങ്ങൾ ഒരുപോലെ വരുമ്പോൾ എന്ത് ചെയ്യുക? ഛേദം അതുപോലെ എടുത്ത് എഴുതുക. അംശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ കുറയ്ക്കുക. 6/6 - 2 എത്ര വരും? 4 വരും. 4/13 എന്ന ആൻസർ വരും. വലിയ കുഴപ്പമില്ല. നമ്മൾ കൂട്ടുക എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ കുറയ്ക്കാൻ ചെയ്താൽ മതി. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഛേദങ്ങൾ വരുവാണ്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? സെയിം മെത്തേഡ് തന്നെ, മാറ്റമൊന്നുമില്ല അല്ലെ? കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെയാണ് കുറയ്ക്കാനും ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഛേദങ്ങൾ വ്യത്യസ്തമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LCM എടുക്കും. ഛേദത്തിന്റെ LCM എടുക്കും. 6ഉം 3ഉം വരുന്നു. അതിന്റെ LCM എന്ന് പറയുന്നത് 6 തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു LCM നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, 6ഉം 3ഉം എടുക്കുന്നു. നമ്മൾ അതിന്റെ LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് വരും. എന്താ നമ്മൾ ചെയ്യുന്നത്? 6ൽ 6 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 1 × 7 7. 6ൽ 3 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2 × 1 2. 7 - 2 എന്ന് കിട്ടും. 7 - 2 എന്ന് പറഞ്ഞാൽ
5 5/6 എന്ന് കിട്ടും. നിങ്ങൾ നോക്കുക, നമ്മൾ ഛേദങ്ങൾ വ്യത്യസ്തമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ LCM എടുക്കുന്നു, ലസാഗു എടുക്കുന്നു. ലസാഗു എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലസാഗു ഡിവൈഡ് ബൈ ഇവിടുത്തെ ഛേദം 6/6 1 1 × 7 7, 6/3 2 2 × 1 2. നമ്മൾ ആ ഡിവൈഡ് ചെയ്തിട്ട് ആ നമ്പർ കൊണ്ട് നമ്മൾ തൊട്ട് മുകളിൽ കിടക്കുന്ന എന്താണോ അതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, കൂട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തത്, അതുപോലെ തന്നെ കുറയ്ക്കുമ്പോൾ ചെയ്യുന്നത്. ആ മൈനസ് എന്ന് പറഞ്ഞാൽ സൈൻ അഡീഷണൽ വരുന്നു, പ്ലസിന് പകരം മൈനസ് എന്ന് വരുന്നു, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ 7 2 കുറയ്ക്കുമ്പോൾ 5 5/6 നമുക്ക് ആൻസർ. 3 വരുന്നു, 3 വരുമ്പോഴും അതിനാണ് ചെയ്യുന്നത് അല്ലേ. 8 4 6 ആണ്. നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ LCM എടുക്കും. LCM എടുക്കുമ്പോൾ എന്താണ്, 8 16 24 24 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, LCM ആയിട്ട് വരുന്നത്. 24 8 എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ 24/8 എത്ര വരും, 3 3 × 7 21 മൈനസ്, ഈ മൈനസ് അതുപോലെ ഇട്ടോണം, വ്യത്യാസം വരുന്നത്. ഓക്കെ, 21 മൈനസ് 24 4 എത്ര പ്രാവശ്യം, 6 പ്രാവശ്യം, 6 × 1 6. 24 6 എത്ര പ്രാവശ്യം, 4 പ്രാവശ്യം, 4 × 1 4. ഓക്കെ, 24 അവിടെ തന്നെ കിട്ടെ. മുകളിലെ സംഖ്യകൾ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാലോ. 21 -6 -6 നിങ്ങൾ എന്ത് ചെയ്യുക, ഒരേ സൈൻ വരെയാണ് നിങ്ങൾ കൂട്ടുക, എന്നിട്ട് അതേ സൈൻ ഇടുക. നമ്മൾ പഠിച്ചതാണ്, പ്ലസും എന്നാൽ കൂട്ടിയിട്ട് പ്ലസ് ഇടും, മൈനസ് എന്നാൽ കൂട്ടിയിട്ട് മൈനസ് ഇടും എന്ന് നമ്മൾ പഠിച്ചതാണ്, സ്റ്റാർട്ടിങ് പഠിച്ചതാണ്. അപ്പം 6 4 -6 -4 നമ്മൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മൈനസ് സൈൻ ഇടുന്നു. എത്ര വരും, -10 എന്ന് വരും അല്ലേ. 21 -10 / 24 എന്ന് വരും. 21 10 വരയ്ക്കുമ്പോൾ എത്ര വരും, 11 11/24. അതിന് 11/24 നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഒരേ രീതി തന്നെയാണ്. അവിടെ സൈൻ വരുമ്പോഴത്തേക്കും കുറയ്ക്കുന്നതിന്റെ സൈൻ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഒരേ സൈൻ വന്നാൽ നമ്മൾ ആഡ് ചെയ്യണം, അത് തെറ്റിപ്പോരുത്. ഒരേ സൈൻ -6 -4 ഒരേ സൈനാണ്, നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ടു, -10 ഇട്ടു. 24 21 -10 കുറയ്ക്കുമ്പോൾ എത്രയാണ്, 11 കിട്ടും. അപ്പൊ ഈ ഒരു നമുക്ക് എന്താണ്, കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മിക്സഡ് ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഖ്യകൾ വരുന്ന ഛേദം വരുന്ന കണ്ടായിരുന്നു. അതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ കൂട്ടുമ്പോൾ പറഞ്ഞ അതേ ഒരു കണ്ടീഷൻ, അതായത് 2 കോപ്രൈം നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ കണ്ടതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 5 × 8. ഓക്കെ, എൻ്റെ എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 3 24 മൈനസ് സൈനാണ് അവിടെ വരുന്നത്, അതിടാൻ മറന്നു പോകരുത്. 5 × 1 5. നേരത്തെ പ്ലസ് അഡീഷൻ ചെയ്തപ്പം എങ്ങനെ ചെയ്തു അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ചെയ്യുന്നു കേട്ടോ. ഒരു മൈനസിൻ്റെ വ്യത്യാസം വരുന്നില്ല, സൈൻ്റെ വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. 5 8 40 മുകളിൽ 24 5 കുറയ്ക്കുമ്പോൾ വരും 19 ഇടും, 19/40 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇത് കോപ്രൈം നമ്പേഴ്സ് ആണ്. ഇവരെ നമ്മൾ LCM എടുക്കുകയാണെങ്കിൽ 5 × 8 40 തന്നെയായിരിക്കും നമുക്ക് LCM വരുന്നത്. പിന്നെ LCM എടുത്തിങ്ങനെ വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നത്, ക്രോസ് ചെയ്ത് അങ്ങ് ചെയ്യാമെന്ന്. മറ്റേതിലും 2 നമ്പേഴ്സ് വരുന്ന കേസിൽ, 2 ഫ്രാക്ഷൻ വരുന്ന കേസിൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. LCM എടുത്ത് ചെയ്യണമെങ്കിൽ LCM ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് ചെയ്യാം. ഇനി മിക്സഡ് ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒന്നുകിൽ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് എടുത്ത് കൂട്ടുന്നു അവിടെ, അല്ലെ പെർഫെക്റ്റ് നമ്പേഴ്സ് കൂട്ടുന്നു. ഇവിടെ പെർഫെക്റ്റ് നമ്പേഴ്സ് എടുത്ത് കൂട്ടാൻ പറ്റില്ല, കാരണം എന്താണ്, ഇവിടെ 5 -2 +3 ആണ്. അപ്പം 5 3 കൂട്ടും, അങ്ങനെ അത് രണ്ടും പ്ലസ് സൈൻ ആണ്. 5 3 8 ആണ്. 8 -2 എത്ര വരും, 6 വരും. 5 5 -2 ആണ്. 5 -2 എന്ന് പറഞ്ഞാൽ 5 -2 എത്രയാണ്, 3 ആണ്. 3 + 3 എത്രയാണ്, 6 വരും. അങ്ങനെ ചെയ്യാം. ഇനി പ്ലസ് ബാക്കിയുള്ള എടുക്കുമ്പോഴത്തേക്കും 1/2 -1/6 +2/3 എന്നാണ് വരുന്നത്. ഇരിക്കുക, നമ്മളിവിടെ 5 -2 3 എടുത്തു, 3 + 3 6 എടുത്തു. ആ പെർഫെക്റ്റ് നമ്പറിന്റെ കേസ് എടുത്തു. ഇനി ഫ്രാക്ഷൻ എടുക്കുമ്പോഴും നിങ്ങൾ സൈൻ എടുക്കാൻ വിട്ടുപോകരുത്. 1/2 -1/6 +2/3. ഈ സൈൻ വിട്ടുപോകാനുള്ള ചാൻസ് മാത്രമേ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കൂട്ടറിയെങ്കിൽ കുറയ്ക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ മെത്തേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 നമുക്ക് എന്താണ്, ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ LCM എടുക്കുന്നു. 2 6 3 LCM എത്ര വരും, 6 തന്നെയാണ് വരുന്നത്. ഓക്കെ, 6 തന്നെയാണ് വരുന്നത്. 6ൽ 2 3 പ്രാവശ്യം, 3 × 1 3 മൈനസ് 6ൽ 6 ഒരു പ്രാവശ്യം, 1 × 1 1. 6ൽ 3 2 പ്രാവശ്യം, ഇവിടെ പ്ലസ് ആൻഡ് പ്ലസ് ഇടുന്നു. 6ൽ 3 2 പ്രാവശ്യം, 2 × 2 4. ഇത് എഴുതുമ്പോൾ എന്ത് വരും, 6 + 3 ൽ 1 പോയാൽ 2 2 4 2 + 4 6 6/6 എന്ന് കിട്ടും. 6/6 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് അല്ലേ. അപ്പോൾ 6 + 1 നമുക്ക് എന്തെന്ന് കിട്ടും, 7 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണ് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ പറഞ്ഞ ഏരിയയിൽ നിന്ന് വരുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ സബ്ട്രാക്ഷന്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തരാണ്ട് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: 3/4 അല്ലെങ്കിൽ 4/3 ഏത് സംഖ്യ കൂട്ടിയാൽ 8/13 കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. 4/3 ഏത് സംഖ്യ കൂട്ടിയാൽ 8/13, അതായത് 3/4 ഏത് സംഖ്യ കൂട്ടിയാൽ 13 കിട്ടുമെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 3/4 ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ നമ്മൾ ഏതോ ഒരു സംഖ്യ നമ്മളത് എപ്പോഴും എന്താ എടുക്കുന്നത്? എക്സ് എന്ന് എടുക്കുന്നത്. ഏതോ ഒരു സംഖ്യയാണ് നമുക്ക് എപ്പോഴും എക്സ് അല്ലെ. അപ്പൊ 3/4 ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13/8 എന്ന് കിട്ടും. ആ സംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ എക്സ് ഏതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഇസിക്കൽ ടു നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 3/4 അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് നോർമലി അറിയാം ഇസിക്കൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകുന്ന കളി അല്ലെ. ഇസിക്കൽ ടുവിന്റെ ഇപ്പുറത്ത് കൂട്ടാനാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അപ്പുറത്ത് എന്ത് പോകുമ്പോൾ എന്താവും? മൈനസ് സൈൻ ആവും അല്ലെ. മൈനസ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇനി ഇൻ കേസ് ഇവിടെ ഗുണിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇസിക്കൽ ടുവിന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അവിടെ ഹരിക്കും. ഇവിടെ ഹരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഗുണിക്കും. അപ്പൊ ഇവിടെ 3/4 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? അതൊരു പ്ലസ് നമ്പർ ആണ് അല്ലെ, പ്ലസ് വാല്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യും? അതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. കാരണം എക്സ് ഇസിക്കൽ ടു എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം എക്സ് ഇസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? എക്സ് ഇസിക്കൽ ടു 13/8 മൈനസ് 3/4 എന്ന് കിട്ടും. അതായത് ഈ 3/4 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇസിക്കൽ ടുവിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. നമുക്ക് ചെയ്യാം 13/8 മൈനസ് 3/4. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള ഛേദം വരെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് LCM എടുക്കാം. 8ന്റെയും 4ന്റെയും LCM എന്ത് കിട്ടും? 8 തന്നെയാണ് കിട്ടുന്നത്. 8ൽ 8 ഒരു പ്രാവശ്യം 1 × 13 എത്ര കിട്ടും? 13 തന്നെ കിട്ടും. 8ൽ 4 രണ്ട് പ്രാവശ്യം 2 × 3 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. സൈൻ കറക്റ്റ് ആയിട്ട് ഇട്ടോണം. ഓക്കെ, 13 മൈനസ് 6/8 എന്ന് കിട്ടും. എത്ര കിട്ടും? 7/8 എന്ന് കിട്ടും. എന്താണ് അപ്പോൾ നിങ്ങൾ 3/4 കൂടെ 7/8 കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 13/8 കിട്ടും. അപ്പം ആ നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏതോ ഒരു സംഖ്യ കൂട്ടുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് എടുത്താൽ മതി. ആ ഒരു സെന്റൻസിന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പറഞ്ഞ സെന്റൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ഫോമിലോട്ട് ആക്കി എടുക്കുക. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താണ് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൂട്ടാനും കുറയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ഗുണിക്കാനും ഹരിക്കാനാണ്. ഫ്രാക്ഷൻസ് എങ്ങനെ ഗുണിക്കാം, ഫ്രാക്ഷൻസ് എങ്ങനെ ഹരിക്കാം എന്നാണ് അടുത്ത് നമ്മൾ കാണുന്നത്. കൂട്ടുന്നതിനേക്കാളും കുറയ്ക്കുന്നതിനേക്കാളും വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഗുണിക്കുക ഹരിക്കുക എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ നമ്മൾ ഗുണിക്കാൻ ഹരിക്കാനും വളരെ നിമിഷം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ നേരത്തെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചെയ്ത പോലെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം 3/4നെയും 2/3നെയും നമ്മൾ ഗുണിക്കാനാണ് പറയുന്നത്. ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഗുണിക്കാനാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫ്രാക്ഷൻ നമ്മൾ ഗുണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ തമ്മിൽ അങ്ങ് ഗുണിക്കുക, അതുപോലെ ഛേദങ്ങൾ തമ്മിൽ അങ്ങ് ഗുണിക്കുക. ആൻസറായി. അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. എന്ത് കിട്ടും? 3 × 2 6, 4 × 3 12. നിങ്ങൾക്ക് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഛേദങ്ങൾ അങ്ങ് ഗുണിച്ച് വെക്കുക, അംശങ്ങൾ അങ്ങ് ഗുണിച്ച് വെക്കുക. ആൻസർ ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ വേറെ ഒന്നും ചെയ്യേണ്ട. അത് എത്ര ഫ്രാക്ഷൻ കിട്ടിയാലും നമുക്ക് എന്താണ് ഈ ഒരു ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. 3 × 2 6, 4 × 3 12. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ഉം 12 നമുക്ക് എന്താണ്? 6ന്റെ പട്ടികയിൽ ക്യാൻസൽ ആയി പോകും അല്ലെ. 6ന്റെ പട്ടികയിൽ ക്യാൻസൽ ആയി പോകും. 1ഉം 2 1/2 നമുക്ക് ആൻസർ വരും. ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? 3/4 × 2/3 എന്നാണ്. നമുക്കറിയാം മുകളിലും 3 ഉണ്ട്, താഴെയും 3 ഉണ്ട്. നമുക്ക് ഈ 2 3 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ 2ഉം 4ഉം മുകളിൽ 2ഉം താഴെ 4ഉം 2ഉം 2ന്റെ പട്ടികയിൽ പോകും അല്ലേ. 1ഉം 2ഉം ഇവിടെ നിന്ന് തന്നെ നമുക്ക് 1/2 ആൻസർ കിട്ടാം. പക്ഷെ ഗുണിക്കുന്ന കൺസെപ്റ്റ് പറയാൻ വേണ്ടി നമ്മൾ അങ്ങനെ പറയുന്നത് എന്താണ്? അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് എഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് അങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇവിടെ 3 നമ്പേഴ്സ് വന്നു. എന്ത് ചെയ്യുക? സെയിം കൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. 4 × 6 × 1 അംശങ്ങൾ തമ്മിൽ അങ്ങ് ഗുണിക്കുന്നു. ഇനി അതുപോലെ ഛേദങ്ങൾ തമ്മിൽ 5 × 7 × 2 ആൻസറായി. 6 4 24 ഭാഗം I2 10 10 × 7 70. ഇനി നിങ്ങൾക്ക് ഇതല്ലാണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. 24 70 എന്താണ്? 2ന്റെ പട്ടികയിൽ ക്യാൻസൽ ആവും. 2ന്റെ പട്ടികയിൽ ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ തരും 12 ഭാഗം 35 എന്ന് ആൻസർ കിട്ടും. ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫ്രാക്ഷൻ്റെ കേസ് ഫ്രാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സിംപ്ലിഫൈ ചെയ്തുകൂടെ പറയുന്നത്. ചില കേസുകൾ ഇങ്ങനെ തന്നിട്ട് അവർ സിംപ്ലിഫൈ ചെയ്ത ഫ്രാക്ഷൻ ആയിരിക്കും തരുന്നത്. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ തരും, 24/7 തരും. ചിലപ്പോൾ സിംപ്ലിഫൈഡ് കൂടുതലും കാണുന്ന സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഗുണിക്കുന്നത്. ഇനി എങ്ങനെ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഹരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഗുണിക്കാൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഹരിക്കാൻ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത് നോക്കിയേ? 1/2 ഡിവൈഡഡ് ബൈ 3/5. ഇവിടെ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞതിന് ശേഷം കിടക്കുന്ന ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചിടുക. ഓക്കെ, എപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഇട്ടാൽ ഗുണിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്കും 1/2
ഈ ഡിവിഷൻ സൈനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഡിവിഷൻ കഴിഞ്ഞ് വരുന്ന പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിടും. അതായത് റെസിപ്രോക്കൽ എടുക്കും. ഓക്കെ, 1/2 ഇൻറ്റു 5/3 എന്ന് ഇതിനെ മാറ്റി എഴുതും. 1/2 ഡിവൈഡഡ് ബൈ 3/5 എന്നാണ് നമ്മൾ അങ്ങനെ മാറ്റിയിടും. 1/2 ഇൻറ്റു 5/3 എന്നാക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാമല്ലോ. 5 ഗുണം 1 5, 2 ഗുണം 3 6, 5/6. ഇവിടെ നമുക്ക് നോക്കാം, രണ്ട് നമ്പർ തമ്മിൽ ഗുണിച്ചിരിക്കുന്നു അല്ലെ, 2/3 4/5. പിന്നെ ഒരു നമ്പർ കൊണ്ട് എന്താണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിവിഷൻ സൈനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ സൈനാക്കി മാറ്റാൻ പറ്റും അല്ലെ. ഡിവിഷൻ സൈൻ മാറ്റി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സൈനായിട്ട് മാറ്റാൻ പറ്റും. നോക്കാം നമുക്ക് 2/3 ഇൻറ്റു 4/5. അത് കുഴപ്പമില്ല, അത് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അടുത്ത ഈ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം, ഡിവിഷന് ശേഷം വരുന്ന ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6/5 എന്ന് കിട്ടും. ഇത് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ ക്യാൻസൽ ചെയ്യുന്നില്ല, മൊത്തത്തിൽ എഴുതുക മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണോ. നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. 2 ഗുണം 4 ഗുണം 6 അംശങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ 3 ഗുണം 5 ഗുണം 5. ഇവിടെ നോക്കുകയാണെങ്കിൽ 3ഉം 2ഉം 6 നമുക്ക് ഡയറക്റ്റ് അങ്ങ് ക്യാൻസൽ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 3 2 6. ഇനി ഒന്നും ക്യാൻസൽ ആയി പോകില്ല. 2 ഗുണം 4 8, 8 ഗുണം 2 16, ഭാഗം 5 ഗുണം 5 25 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറും ക്യൂബും ആണ്. ഫ്രാക്ഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുക, ക്യൂബ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ വെച്ച് അതിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3/4 ദ ഹോൾ സ്ക്വയർ എന്നാ പറയുന്നത്. ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ആ ഫ്രാക്ഷനെ സ്ക്വയർ ഇട്ടൊക്കെയാണ്. വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഫ്രാക്ഷനെ സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അംശത്തിനെയും സ്ക്വയർ ചെയ്യണം, ഛേദത്തിനെയും സ്ക്വയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. സെപ്പറേറ്റ് അങ്ങ് സ്ക്വയർ ചെയ്താൽ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ എന്ന് അങ്ങ് എഴുതിയാൽ മാത്രം മതി. ഈ സ്ക്വയറിന് ഈ 2ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പവർ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക. എത്ര പവർ വന്നാലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റൈസ് ടു 2 ആണ്, അല്ലെങ്കിൽ സ്ക്വയർ ആണ്. നമ്മൾ എന്ത് ചെയ്യും, 3 സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ. 3 9 4 16, 9/16 എന്ന് കിട്ടും. അപ്പൊ 1/5 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ എന്നാക്കും. 1 സ്ക്വയർ ഡിവൈഡ് ബൈ 5 സ്ക്വയർ എന്ത് കിട്ടും, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 5ന്റെ സ്ക്വയർ എത്ര കിട്ടും, 25 എന്ന് കിട്ടും. 25 എന്ന് കിട്ടും. ഇനി സ്ക്വയർ മാറി അത് ക്യൂബ് ആവുകയാണെന്ന് വെക്കുക. സ്ക്വയർ മാറി അത് ക്യൂബ് ആവണമെങ്കിലും എന്ത് ചെയ്യണം, സെയിം കൺസെപ്റ്റ് ആണ്. 2/3 ദ ഹോൾ ക്യൂബ് എന്ന് എടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 ക്യൂബ് ബൈ 3 ക്യൂബ് എന്ന് എടുക്കുന്നു. ഓക്കെ, 2 ക്യൂബ് ബൈ 3 ക്യൂബ് എടുക്കുന്നു. എന്താണ്, 2ന്റെ ക്യൂബ് എത്ര കിട്ടും, 8 കിട്ടും. 3ന്റെ ക്യൂബ് എത്ര കിട്ടും, 27 കിട്ടും. 8/27 എന്ന് കിട്ടും. അപ്പം ഏതൊരു ഫ്രാക്ഷന്റെയും ഏതൊരു പവർ തന്നാലും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ ഇക്വേഷൻ പോലെ നമുക്ക് പറയാം, a by b ദ ഹോൾ റൈസ് ടു n എന്നൊരു ഫോമാറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, a റൈസ് ടു n ഡിവൈഡഡ് ബൈ b റൈസ് ടു n എന്ന് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അത് സ്ക്വയർ ആയാലും ക്യൂബ് ആയാലും റൈസ് ടു 4 ആയാലും റൈസ് ടു 5 ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം സ്ക്വയർ ക്യൂബ് നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കാറില്ല, പക്ഷെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ക്വയർ ചെയ്യാനും ക്യൂബ് ചെയ്യാനൊക്കെ നമുക്ക് വരാറുണ്ട്. എക്സാംസിനിടയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാൻ ക്യൂബ് ചെയ്യാനൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് ചോദിച്ച് കാണാറില്ല. ഇൻ കേസ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ ഒരു രീതിയിൽ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഇതും ഏകദേശം ഒരുപോലെ ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് അവിടെയും ചോദിക്കുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ഫ്രാക്ഷന്റെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും വെച്ചാൽ നിങ്ങൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം a/b എന്ന ഫോമാറ്റിൽ എടുത്തിട്ട് സ്ക്വയർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അംശത്തെയും ഛേദത്തെയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പം √81 ഡിവൈഡഡ് ബൈ √169 എന്ന് കിട്ടും. √81 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയർ ആണ്, 9ന്റെ സ്ക്വയർ ആണ് 9 ഡിവൈഡഡ് ബൈ 169 എന്ന് പറഞ്ഞാൽ എന്താണ്, 13ന്റെ സ്ക്വയർ ആണ് അല്ലെ, 13 9/13 എന്ന് കിട്ടും. അത് തന്നെ ക്യൂബ് റൂട്ട് ചോദിക്കുകയാണെന്ന് നോക്കുക. ക്യൂബ് റൂട്ട് ചോദിക്കുകയാണെങ്കിലോ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് എന്താണ്, അംശത്തിനെയും ഛേദത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് ക്യൂബ് റൂട്ട് എടുക്കുക. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ക്യൂബ് റൂട്ട് എടുക്കുക. 343 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ത് ചെയ്യുക, 343 ക്യൂബ് റൂട്ട് എന്ത് കിട്ടും, 7ന്റെ ക്യൂബ് ആണല്ലേ, 7ന്റെ ക്യൂബ് ആണ് 343 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 10ന്റെ ക്യൂബ് ആണ് 1000 എന്ന് പറയുന്നത്. 10 കിട്ടും, 7/10 എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ കോമൺ ഒരു ഫോമിലായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ √nth ക്യൂബ് റൂട്ട് ഓഫ് എന്നുള്ള രീതി വരുവാണെന്ന് നോക്കുക. a/b എന്നൊരു ഫോം വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് എടുക്കുക. a(n) ഡിവൈഡഡ് ബൈ b(n) ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ അല്ലെങ്കിൽ 4 വരുന്ന പവർ ആണെങ്കിലോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ക്വയറും ക്യൂബിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ക്യൂബിനെ കുറിച്ച് നമുക്ക് എന്താണ് ഫ്രാക്ഷനുകൾ പഠിക്കാനുള്ളത്. ഇത്രയും ടൈപ്പ് കാര്യങ്ങളാണ് നമുക്ക് ഫ്രാക്ഷൻസിനകത്ത് പഠിക്കാനുള്ളത്. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റൻസ് കണ്ടു. അതെല്ലാം സിംപ്ലിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഫ്രാക്ഷൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കും.
അത് കൂടാതെ തന്നെ നമുക്ക് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഏതെങ്കിലും ബാക്കി ടോപ്പിക്സിൻ്റെ അത് പാർട്ടായിട്ട് നമുക്ക് എന്താണ് കാൽക്കുലേഷൻ പാർട്ടിൽ നമുക്ക് ഇവിടെ വരും ഫ്രാക്ഷൻസ് വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ സിംപ്ലിഫിക്കേഷനും ഈ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡെസിമൽസ് വരെ കാണാം. ഓക്കെ, താങ്ക് യു.